പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പുതിയ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മാസത്തിലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ശാന്തിയും സമാധാനവും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ സമൃദ്ധമായി ഒഴുകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ നോക്കിയേ, നമ്മളുടെ മെയ് മാസത്തിലെ വണക്കമാസം പോലെ തന്നെ ജൂൺ മാസത്തിൽ തിരുഹൃദയ വണക്കമാസമുണ്ട്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ അത് മുടങ്ങാതെ ചെല്ലുമല്ലോ, അല്ലേ? ഹല്ലേലൂയ. അതുപോലെ ജൂൺ മാസം നമുക്ക് ഒരു പുതിയ അക്കാഡമിക് ഇയർ ആരംഭിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ്, +2, +1 ഒക്കെ പരീക്ഷയുടെ മാർച്ച് മാസത്തിലല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ടൈം ടേബിളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവരോട് പറയണം. ഇനി പറഞ്ഞിട്ട് പലപ്പോഴും പറയാത്തതിൻ്റെ കുറവല്ല, അത് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി മാതാപിതാക്കളൊക്കെ ഇച്ചിരി ത്യാഗം എടുത്ത് നിങ്ങളിങ്ങനെ തീരുമാനിക്കും, ദൈവമേ ഇന്നിപ്പോൾ എന്തായാലും കുർബാനയ്ക്ക് പോയിണ്ടല്ലോ, എല്ലാ ദിവസവും എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ നന്നായി പ്രാർത്ഥിക്കാൻ, നന്നായി പഠിക്കാൻ, ഈ 2 ഗിഫ്റ്റുകളാണ് സഹോദരങ്ങൾ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ ദിവസവും മാതാപിതാക്കളെ ബലിയർപ്പിക്കാനായിട്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന +1, +2 പാരൻസിന് പ്രത്യേക അച്ഛനത് അവരോട് പറയുകയാണ്. കുട്ടികളോട് പറയണം, പക്ഷേ കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അനുസരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ മാതാപിതാക്കൾ മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അപ്പോൾ ഫസ്റ്റ് പ്രാർത്ഥന നമ്മുടെ കുട്ടികളുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് പിന്നെ അവരുടെ പഠന മേഖലയിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ പഠിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 52:12. അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. തിടുക്കം വേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അതായത് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളുടെ പിന്നിലെ കാവൽക്കാരനായിട്ടുള്ളിടത്തോളം കാലം നമ്മൾ ഭയപ്പെടരുത് സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും എല്ലാ മേഖലകളിലും ഒരു ഭയം, ആകുലത, ഉത്കണ്ഠ. എന്താവും, അയ്യോ അമ്മേ, വേണ്ട, പേടിക്കണ്ട, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണെൻ്റെ ദൈവം, ഞാനെന്നും ഘോഷിക്കും, സത്യമായും ക്രൂശിലെ ദിവ്യയാഗം. ദൈവമേ, ഭയപ്പെടാതെ ജീവിതത്തെ കാണണോ? ഈശോയെ മുറുകെ പിടിക്കണം. അത്തരത്തിലുള്ള ഒരു അഭിഷേകം ഈ ജൂൺ മാസത്തിൽ സ്വർഗ്ഗം നമുക്ക് തരട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.